CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ കടുത്ത ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി വരെ ഉയർന്നേക്കും. വണ്ടൂരിൽ 4 വയസ്സുകാരിക്ക് സൂര്യതാപമേറ്റു. വണ്ടൂർ ഗവൺമെന്റ് ആശുപത്രിക്കുന്നിലെ ഇസാ ജോണിനാണ് വീടിന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ പൊള്ളലേറ്റത്. സഹോദരങ്ങളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ വയറിലും കൈകളിലുമാണ് സൂര്യതാപമേറ്റ് പൊള്ളലേറ്റത്. ജനൽ തുറന്നിട്ട് കിടന്നുറങ്ങിയ യുവതിയുടെ 3.25 പവൻ തൂക്കമരുന്ന പാദസരം മോഷണം പോയി. വണ്ടൂർ ശാന്തിനഗറിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. വണ്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേരളത്തിൽ കടുത്ത ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി വരെ ഉയർന്നേക്കും. സാധാരണയേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി വരെ ഉയർന്നേക്കും. കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി വരെയും കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി വരെയും ചൂട് കൂടും. ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ചൂട് തുടരും. താപനില വർദ്ധിക്കുന്നതിനൊപ്പം അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് കൂടുന്നതും കടുത്ത അസ്വസ്ഥതയ്ക്ക് കാരണമാകും. മലയോര മേഖലകളിൽ ഒഴികെ സംസ്ഥാനത്തുടനീളം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് CCN. വണ്ടൂരിൽ 4 വയസ്സുകാരിക്ക് സൂര്യതാപമേറ്റു. വണ്ടൂർ ഗവൺമെന്റ് ആശുപത്രിക്കുന്നിലെ ഇസാ ജോണിനാണ് വീടിന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ പൊള്ളലേറ്റത്. സഹോദരങ്ങളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ വയറിലും കൈകളിലുമാണ് സൂര്യതാപമേറ്റ് പൊള്ളലേറ്റത്. കടുത്ത ചൂടിനെ തുടർന്നുണ്ടായ ഉഷ്ണതരംഗമാണ് അപകടത്തിന് കാരണമായത്. കുട്ടിയെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗ സാധ്യത വളരെ കൂടുതലാണെന്നും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കടുത്ത വെയിൽ നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കാൻ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുള്ള സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. CCN, പെരിന്തൽമണ്ണ. ജനൽ തുറന്നിട്ട് കിടന്നുറങ്ങിയ യുവതിയുടെ 3.25 പവൻ തൂക്കം വരുന്ന പാദസരം മോഷണം പോയി. വണ്ടൂർ ശാന്തിനഗറിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. വണ്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വണ്ടൂർ ശാന്തിനഗറിൽ അക്കരപ്പറമ്പൻ അബ്ദുവിന്റെ മകൾ നജ്ലയുടെ 3.25 പവൻ വരുന്ന സ്വർണ്ണ പാദസരങ്ങളാണ് കവർന്നത്. കനത്ത ചൂടു കാരണം ജനലുകൾ തുറന്നിട്ട നിലയിലായിരുന്നു. പുലർച്ചെ നജ്ലയുടെ വലതുകാലിൽ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉണർന്നു നോക്കിയപ്പോഴാണ് ജനലിനു സമീപം മോഷ്ടാവിനെ കണ്ടത്. ഉടൻ തന്നെ വീട്ടുകാർ ഉണർന്നുവെങ്കിലും അപ്പോഴേക്കും പാദസരങ്ങളുമായി മോഷ്ടാവ് കടന്നുകളഞ്ഞിരുന്നു. 7ഓളം അംഗങ്ങൾ മുറിയിലുണ്ടായിരുന്ന സമയത്താണ് മോഷ്ടാവ് പാദസരങ്ങൾ മുറിച്ചെടുത്തത്. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരുമെത്തി പരിശോധന നടത്തി. വണ്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CCN, പെരിന്തൽമണ്ണ. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ ഉടനടി അറസ്റ്റ് ചെയ്യണമെന്നും കേസ് CBI അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് SC/ST സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യഥാർത്ഥ പ്രതികളെ ഈ 10-ാം തീയതി നടന്ന സംഭവത്തിൽ ഇന്നവരെ അറസ്റ്റ് ചെയ്തില്ല. ആളുകളില്ല, സ്ഥലത്തില്ല എന്നാണ് അവർ പറയുന്നത്. സ്ഥലത്തില്ല, അവരുടെ ഒളിവിലാണ്, അവർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഒത്തുകളിയാണ്. അപ്പോൾ ഇവിടുത്തെ വരണ്യവർഗവും ഇവിടുത്തെ ഭരണകൂടവും ഒറ്റക്കെട്ടാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെതിരെ നമ്മൾ ഒരിക്കലും കൈ കെട്ടി നിൽക്കാൻ പാടില്ല. ഈ സംഭവം ഇവിടെ ആവർത്തിക്കാൻ പാടില്ല. ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ഇതിൻ്റെ പ്രതികരണം എന്നുള്ളത് ഇതിന് കാണിച്ചു കൊടുക്കണം.
SP ഓഫീസിന് 100 മീറ്റർ അകലെ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം SC/ST സംയുക്ത സമിതി ജില്ലാ പ്രസിഡന്റ് ശിവദാസൻ ഉള്ളാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കൺവീനർ രാമചന്ദ്രൻ പനങ്ങാങ്ങര ചടങ്ങിൽ അധ്യക്ഷനായി. SC/ST കോൺഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു നെല്ലിക്കുന്ന് മുഖ്യ പ്രഭാഷണം നടത്തി. CCN മലപ്പുറം. ആരോഗ്യ പരിപാലന രംഗത്ത് 3 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വിപുലമായ സൗജന്യ ശസ്ത്രക്രിയാ രോഗനിർണയ ക്യാമ്പ് ആരംഭിച്ചു. നിർണയം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ക്യാമ്പ് മെയ് 31 വരെയാണ് സംഘടിപ്പിക്കുന്നത്. വിദഗ്ധമായ ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ജനറൽ സർജറി, ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ്, ENT, യൂറോളജി, പ്ലാസ്റ്റിക് സർജറി, കാർഡിയോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ന്യൂറോ സർജറി തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളെല്ലാം ക്യാമ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് OP കൺസൾട്ടേഷൻ പൂർണ്ണമായും സൗജന്യമായിരിക്കും. കൂടാതെ ലബോറട്ടറി പരിശോധനകൾക്കും CT സ്കാൻ ഉൾപ്പെടെയുള്ള റേഡിയോളജി സേവനങ്ങൾക്കും 20% ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ ഒരുപാട് പ്രോഗ്രാമുകൾക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലാണ് പ്രധാനമായിട്ടുള്ള സ്പെഷ്യാലിറ്റി ക്യാമ്പുകൾ. ഏപ്രിൽ 21 മുതൽ മെയ് 31 വരെ നമ്മുടെ ഹോസ്പിറ്റലിൽ വിവിധ സ്പെഷ്യാലിറ്റികൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ട് ഇൻക്ലൂഡിംഗ് സർജറി ആവശ്യമുള്ളവർക്ക് സൗജന്യ നിരക്കിൽ ഒരു പാക്കേജ്, പ്രത്യേക പാക്കേജുകൾ ലഭ്യമാക്കിക്കൊണ്ട് വിദഗ്ധ ചികിത്സ നൽകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുമ്പോൾ ജനറൽ സർജറി, ഓർത്തോപെഡിക്സ്, ENT, ഗൈനക്കോളജി, അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റിലെ യൂറോളജി, പ്ലാസ്റ്റിക് സർജറി, ന്യൂറോളജി, കാർഡിയോളജി, ന്യൂറോ സർജറി ആൻഡ് ഗ്യാസ്ട്രോൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ ഈ ക്യാമ്പിന്റെ സൗകര്യം ലഭ്യമായിരിക്കും. ശസ്ത്രക്രിയകളും മറ്റ് ചികിത്സാ രീതികളും ആവശ്യമായി വരുന്ന രോഗികൾക്കായി സൗജന്യ നിരക്കിലുള്ള പ്രത്യേക പാക്കേജുകളും ആശുപത്രി അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പിനോടനുബന്ധിച്ച് സമൂഹത്തിൽ രക്തദാനത്തിന്റെ പ്രാധാന്യം എത്തിക്കുന്നതിനായി രക്തദാന ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. പാലക്കാടിന്റെ ആരോഗ്യ പരിപാലന രംഗത്ത് മികച്ച സേവനം നൽകി വരുന്ന കേരള മെഡിക്കൽ കോളേജ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൂടുതൽ ജനകീയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. എമർജൻസി അല്ലാത്ത സർജറീസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ഏപ്രിൽ മെയ് മാസം. കാരണം സ്കൂളുകളില്ല, അപ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങളില്ല. അപ്പം പാരൻസിനൊക്കെ ആണെങ്കിലും അവർക്ക് നോർമലി എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് ഒരു എലക്റ്റീവ് സർജറി. അപ്പം ഇത്തരം ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഒരു അവസരം കൊടുക്കുമ്പോൾ കുറഞ്ഞ പാക്കേജ്, കുറഞ്ഞ തുകൾക്ക് അല്ലെങ്കിൽ കുറഞ്ഞ ചികിത്സാ ചെലവിൽ ഇവർക്ക് ഈ സർജറി ചെയ്യുവാനും വീടുകളിൽ അല്ലെങ്കിൽ മറ്റു കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വെക്കേഷനിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഏകദേശം 1.5 മാസത്തോളം വരുന്ന ഒരു വലിയ ക്യാമ്പ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആശുപത്രി CEO ലുക്മാൻ പൊന്മടത്ത്, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ E മിലൻ, COO ഡോക്ടർ ഷെറി P മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെറുപ്പുളശ്ശേരി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വരൾച്ച ദുരിത പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുദ്ധജല വിതരണം തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി ഉദ്ഘാടനം ചെയ്തു. സ്പീഡിലാക്കാൻ പറ്റൂലേ? നല്ല ഇനി വേറെ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും 18 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വൈസ് പ്രസിഡന്റ് രാജു കരിയോട് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ K സൈതലവി, പഞ്ചായത്ത് അംഗങ്ങളായ നസീമ ഷൌക്കത്ത്, ഷാഹുൽ ഹമീദ് എന്നിവർ സംബന്ധിച്ചു. CCN കടമ്പഴിപ്പുറം. ആലിപ്പറമ്പ് പുരണ്ടമണ്ണ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനായി നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും വിപുലമായ കൂട്ടായ്മ രൂപീകരിച്ചു. ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 15-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരഞ്ഞെടുത്തു. കഴിഞ്ഞ 5 വർഷമായി ശരിയായ ശാന്തിക്കാരനില്ലാത്തതിനാൽ മാസത്തിൽ ഒരു ദിവസം മാത്രമായി പൂജകൾ ചുരുങ്ങിയ സാഹചര്യത്തിലാണ് ക്ഷേത്രത്തെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഭക്തർ ഒത്തുചേർന്നത്. ശിവനും വിഷ്ണുവും സ്വയംഭൂവായ ശങ്കരനാരായണ ക്ഷേത്രം ഒട്ടേറെ പ്രത്യേകതകളുള്ള ആരാധനാലയമാണ്.
വടക്കോട്ടൊഴുകുന്ന പുഴ ക്ഷേത്രത്തിന് മുന്നിലെത്തി പടിഞ്ഞാട്ടൊഴുകുന്ന അപൂർവമായ ഭൂപ്രകൃതി ഇവിടുത്തെ പ്രത്യേകതയാണെന്ന് ദേവസ്വം പാരമ്പര്യ ട്രസ്റ്റി PV ശങ്കരനുണ്ണി പറഞ്ഞു. നിലവിൽ ട്രസ്റ്റിയുടെ നേതൃത്വത്തിലാണ് മാസത്തിലൊരിക്കൽ ക്ഷേത്രം തുറന്ന് പൂജകൾ നടത്തിവരുന്നത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ ഒരു ശാന്തിക്കാരന്റെ തസ്തിക മാത്രമാണ് നിലവിലുള്ളത്. ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 15 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരഞ്ഞെടുത്തു. ഇതിന്റെ ഭാഗമായി മെയ് 18, 19 തീയതികളിൽ ക്ഷേത്രത്തിൽ ദൈവപ്രശ്നം നടത്താൻ തീരുമാനിച്ചു. ദൈവപ്രശ്ന വിധി പ്രകാരം തുടർന്നുള്ള നവീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഭക്തജനയോഗത്തിലെ തീരുമാനം. ക്ഷേത്രത്തിന്റെ 44 സെന്റ് സ്ഥലത്തിൽ 14 സെന്റ് പാമ്പിൻകാവിനായി വേർതിരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നടന്ന യോഗത്തിൽ 14ാം വാർഡ് മെമ്പർ ശ്രീദേവിക്കുട്ടി, വാസുദേവൻ മാസ്റ്റർ, മധു എന്നിവർ സംസാരിച്ചു. ശിവൻ കാറൽമണ്ണ, ബാബു, മണി, അജീഷ്, സന്തോഷ് കുമാർ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. പറയിപറ്റ പന്തിരുകുലവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളാൽ പ്രസിദ്ധമായ കടമ്പഴിപ്പുറം വായില്യാങ്കുന്ന് ശിവക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ നവീകരണ കലശ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടന്നു. പന്തിരുകുല സംഗമത്തിൽ കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. ക്ഷേത്ര തന്ത്രിമാരായ അണിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട്, നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വ്യാഴാഴ്ച രാവിലെ വിശേഷാൽ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിച്ചത്. രാവിലെ 7:33 9:36 ഇടയിലുള്ള ഇടവൻ രാശി മുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ നടന്നു. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. വൈകുന്നേരം കടമ്പഴിപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പന്തിരുകുല സംഗമ ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന പന്തിരുകുല സംഗമത്തിൽ കുടുംബാംഗങ്ങളെ ആദരിക്കൽ ചടങ്ങും നടന്നു. സ്വീകരിക്കുന്ന മഹനീയമായ മുഹൂർത്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പങ്കുകൊള്ളുവാൻ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും സാക്ഷ്യം ചെയ്തുകൊള്ളുന്നു. മഹാദേവ ചൈതന്യത്താൽ കുടികൊള്ളും ശ്രീ വായില്ലാമന്നിലപ്പന്റെ പുണ്യഭൂമിയിലേക്ക് പന്തിരുകുലത്തിന്റെ പിന്തുണക്കാർക്ക് ഹാർദമായ സ്വാഗതം നേരുന്നു. പരിപാടി M. മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ശ്രേഷ്ഠമായ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് വളരാൻ സാധ്യതയുള്ള ഒരു പുണ്യഭൂമിയിലാണ് നാം ഒക്കെ ജനിച്ചത്. ഞാനിത് വെറുതെ പറയുകയല്ല. കേരളത്തിൽ പാഠശാല മുതൽ കാസർഗോഡ് വരെ അച്ചിക്കാലം ആ സ്ഥലം വരെയൊക്കെ സന്ദർശിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് അവിടെ പോയി പരിചയപ്പെടുത്തുമ്പോൾ മാഷ് നാട് ഏതാണ് ചോദിക്കുമ്പോൾ കടമ്പഴിപ്പുറം, അത് പാലക്കാട് ജില്ലയിൽ എന്നൊക്കെ പറഞ്ഞാൽ അതെവിടെയാണ് എന്നൊരു ചോദ്യം ചോദിക്കും. മറിച്ച് ഞാൻ വായില്ലാകുന്നപ്പൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്ല് പിടിക്കുക. കാരണം ആ ഒരു സൗഭാഗ്യം. ശിവാനന്ദ സരസ്വതി മഹാരാജ് മുഖ്യാതിഥിയായിരുന്നു. ക്ഷേത്ര നവീകരണ കമ്മിറ്റി സെക്രട്ടറി A. വിജയൻ ചടങ്ങിനെ സ്വാഗതം പറഞ്ഞു. മാതൃസമിതി കൺവീനർ ശാരദ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ വിന്ദുജ വിജയൻ, ഹരികൃഷ്ണൻ, ശ്രീനാഥ് പുലിമുറം, VBS ഗുപ്തൻ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ മോഹനകൃഷ്ണൻ അച്ചാരത്ത്, പന്തിരുകുല പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് തിരുവാതിരക്കളിയും കല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാർ, മട്ടന്നൂർ ശ്രീരാജ് മാരാർ എന്നിവർ നയിച്ച ഡബിൾ തായമ്പകയും നടന്നു.
വെള്ളിയാഴ്ച ധ്വജപ്രതിഷ്ഠയും ഉപദേവതാ പ്രതിഷ്ഠയും നടക്കും. ഞായറാഴ്ച കൊടിയേറ്റത്തോടെ ഉത്സവ പരിപാടികൾക്ക് തുടക്കമാകും. മെയ് 1 തിരു ആറാട്ടോടെ ചടങ്ങുകൾ സമാപിക്കും. CCN കടമ്പഴിപ്പുറം. കേരളത്തിലെ നിർമ്മാണ മേഖല അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി ലെൻസ്ഫെഡ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിർമ്മാണ സാമഗ്രികളുടെ കുതിച്ചുയരുന്ന വിലയും തൊഴിലാളികളുടെ കടുത്ത ക്ഷാമവും കാരണം സംസ്ഥാനത്തെ ഭൂരിഭാഗം നിർമ്മാണ പ്രവൃത്തികളും നിലച്ച മട്ടാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ച് നമുക്ക് തന്നെ ഒരു എസ്റ്റിമേറ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു 6 മാസത്തിനകത്ത് ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ അതിന് ക്ലയന്റ് ചോദിക്കുന്ന എസ്റ്റിമേറ്റ് പൂർണ്ണ രീതിയിൽ നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നിരിക്കും. മറ്റതുകൊണ്ടല്ല, ഈ രീതിയിലുള്ള വിലയ്ക്ക് യാതൊരുവിധ നിലവാരവും ഇല്ലാത്ത രീതിയിൽ അതിങ്ങനെ അതിക്രമിച്ചു പോകുന്നതുകൊണ്ട് തന്നെ നമുക്കും നല്ല രീതിയിൽ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഞങ്ങൾക്ക് ആമുഖമായി പറയാനുള്ളത്. സിമന്റ്, ഇരുമ്പ് എന്നിവയ്ക്ക് പുറമെ തദ്ദേശീയമായി ലഭ്യമാകേണ്ട ചെങ്കല്ല്, കരിങ്കല്ല്, കോറിമണൽ എന്നിവയ്ക്കും അനിയന്ത്രിതമായി വില വർദ്ധിപ്പിക്കുകയാണ്. ഒരു ചെങ്കല്ലിന് 5 മുതൽ 10 രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള നീക്കം സാധാരണക്കാരുടെ വീടെന്ന സ്വപ്നത്തിന് തിരിച്ചടിയാകും. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങൾ പറഞ്ഞ് ഇലക്ട്രിക്കൽ സാമഗ്രികൾക്ക് 40% വരെയും ടൈൽസ് ഉൽപ്പന്നങ്ങൾക്ക് 50% വരെയും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കുത്തക കമ്പനികളുടെ ഇടപെടൽ പ്ലംബിംഗ് സാമഗ്രികളുടെ വിലയെയും ബാധിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങിയ അതിഥി തൊഴിലാളികൾ തിരികെ വരാത്തത് നിർമ്മാണ സൈറ്റുകളെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. മധ്യവർഗ കുടുംബങ്ങൾ വീട് നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. ചെറുകിട കരാറുകാർ കടുത്ത സാമ്പത്തിക ബാധ്യത നേരിടുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് P. മോഹനകൃഷ്ണൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമീർ പാതാരി, ജില്ലാ സെക്രട്ടറി P. ഹാരിസ്, ട്രഷറർ P. K. റിയാസ് അലി, സ്റ്റാറ്റ്യൂട്ടറി അംഗം ഷിഹാബ് മങ്കര എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാധാരണയേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി വരെ ഉയർന്നേക്കും. കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി വരെയും കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി വരെയും ചൂട് കൂടും. ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ചൂട് തുടരും. താപനില വർദ്ധിക്കുന്നതിനൊപ്പം അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് കൂടുന്നതും കടുത്ത അസ്വസ്ഥതയ്ക്ക് കാരണമാകും. മലയോര മേഖലകളിൽ ഒഴികെ സംസ്ഥാനത്തുടനീളം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് CCN. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.